നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിന്റെ മറവിൽ നടക്കുന്നത് വലിയൊരു നയതന്ത്ര നാടകമാണോ? ഈ നാടകമാണോ എന്ന് സംശയിക്കാൻ പല കാരണങ്ങളുണ്ട്. അതായത് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ രണ്ടു രാജ്യങ്ങളും കൈകോർക്കുന്നു എന്ന വാർത്തകൾ വരുന്നതിനിടയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി സ്വന്തം രാജ്യത്തെ മാധ്യമങ്ങളുടെ രൂക്ഷ വിമർശനങ്ങൾക്കാണ് ഇരയാകുന്നത്. അത് എന്തുകൊണ്ടാണ്? സ്വന്തം രാജ്യത്തെ മാധ്യമങ്ങൾ പോലും അരാജിയെ രൂക്ഷമായി വിമർശിക്കാനുള്ള കാരണം എന്താകും? അതായത് അർത്ഥശൂന്യമായ പോസ്റ്റുകൾ ഇട്ട് ട്രംപിനെ ഇറാൻ ആക്രമിക്കാൻ വക നൽകിയെന്നും ട്രംപിന്റെ അജണ്ടയ്ക്കൊപ്പം നിൽക്കാനാണോ മന്ത്രിയുടെ ശ്രമം എന്നുമുള്ള കടുത്ത ചോദ്യങ്ങളാണ് ഇറാനിലെ മാധ്യമങ്ങൾ സ്വാഭാവികമായും ഉയർത്തുന്നത്. അതായത് ചോറിങ്ങും കൂറങ്ങും എന്ന ഒരു നാട്ടുപഴമൊഴിയുടെ അന്വർത്ഥമാക്കുന്നതാണ് അരാജിയുടെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ എന്നത് സാരം. ഒരു വലിയ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും അടുക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അതെന്താണെന്ന് വ്യക്തമാക്കാൻ കഴിയാത്ത ഭരണകൂടത്തിന്റെ നിസ്സഹായത അവസ്ഥയാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതാണ് ഇവിടെ പകൽ പോലെ തെളിയുന്നതും. എന്തായാലും പാകിസ്ഥാനിലുണ്ടായ ധാരണ അന്തിമ ഘട്ടത്തിലാണ് എന്നും കരാർ പൂർത്തിയാകുന്നത് വരെ മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നാണ് അരാജി വ്യക്തമാക്കിയത്. അപ്പൊ ഇതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കമായത്. എന്നാൽ ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മറുപടി നൽകുകയും ചെയ്തു. ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട കരാർ വ്യവസ്ഥകൾക്ക്, അതായത് ആ കരാർ ഉണ്ടായിരുന്ന ആ വ്യവസ്ഥകൾക്ക് അമേരിക്കയുമായുള്ള രേഖാമൂലമുള്ള കരാറുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇറാനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ചില വിഷയങ്ങളിലാകട്ടെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും രണ്ടു രാജ്യങ്ങളിലും ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയേക്കുമെന്നാണ് സൂചന പുറത്തുവരുന്നത്. ഇറാൻ ആണവായുധം ഉപേക്ഷിക്കുമെന്നും ഹോർമൂസ് കടലിടുക്ക് 30 ദിവസത്തിനുള്ളിൽ പഴയപടി ആകുമെന്നും അമേരിക്ക ഉപരോധങ്ങൾ നീക്കി മരവിപ്പിച്ച ഫണ്ട് തിരികെ നൽകുമെന്നുമൊക്കെയാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ എന്നത് വലിയ ഒരു ആശങ്കയാണ്. ഇസ്രയേൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ആണവ കേന്ദ്രങ്ങൾ തകർക്കാനോ പൂർണ്ണമായി ഉപേക്ഷിക്കാനോ ഇറാൻ ഇന്നും തയ്യാറായിട്ടില്ല എന്നതാണ് മെഹർ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. സമ്പുഷ്ടീകരണ തോത് ചർച്ചയാകുമ്പോഴേക്കും മേഖലയിൽ സായുധ സംഘങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയും മിസൈൽ ശേഷിയും ചർച്ചയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അന്തിമ ധാരണയിൽ ഇതെല്ലാം ഇടം പിടിക്കുമോ അതോ കരാർ പാളിപ്പോകുമോ എന്നത് വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന അനിശ്ചിതത്വത്തിന് ഒടുവിൽ യുഎസും ഇറാനും യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന സൂചനയും നൽകുന്നുണ്ട്. എന്തായാലും അമേരിക്കൻ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇരുഭാഗങ്ങളിലെയും കരാർ വ്യവസ്ഥകൾ അംഗീകരിച്ചു എന്നും വരും ദിവസങ്ങളിൽ ഒപ്പിടുന്നുമാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ എത്തുന്നത്. അതേസമയം ഇനിയും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഈ പോരാട്ടത്തിലൂടെ ഇറാൻ എത്ര ശക്തമായി ഉയർന്നു എന്നാണ് നിലവിലെ കരാർ ചൂണ്ടിക്കാട്ടിയതെന്നും അബ്ബാസ് അരാജി വ്യക്തമാക്കുന്നുണ്ട്. യുഎസുമായുള്ള പോരാട്ടത്തിൽ ഇറാനാണ് വിജയി എന്നും ഔദ്യോഗിക ടെലിവിഷൻ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. എന്തായാലും പുതിയ ധാരണാപത്രത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാനിയൻ തുറമുഖങ്ങൾ യുഎസ് നാവിക ഉപരോധം അവസാനിപ്പിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങളായി ഇരുഭാഗവും ഉന്നയിച്ചിരിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സമാധാന കരാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇറാന്റെ ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിനുശേഷവും നടക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ട്. ട്രംപിന്റെ ലക്ഷ്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന കരാറാണ് യുഎസ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുമ്പോഴും മറുഭാഗം ഇറാന് അനുകൂലമായ പല വ്യവസ്ഥകളും ഉണ്ടെന്നും പറയപ്പെടുന്നു. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിന് പകരമായി ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുവാനും എണ്ണ കയറ്റുമതിക്കുമേലുള്ള ഇറാന്റെ ഉപരോധം അവസാനിപ്പിക്കുവാനും യുഎസ് സമ്മതിക്കും എന്നതാണ് കരട് കരാറിൽ പറയുന്നത്. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ ആണവ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരിഗണിക്കും. എന്തായാലും ഇറാന്റെ ആണവ പദ്ധതി വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് യുഎസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഈ തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഔദ്യോഗിക ടെലിവിഷന് സംസാരിക്കുമ്പോൾ അബ്ബാസ് അരാജി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ആണവ നിലയങ്ങളിലേക്ക് ഉപയോഗിക്കാവുന്ന ചെറിയ നിലയിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയവുമായി സൂക്ഷിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സമവായത്തിൽ എത്തിയാൽ മാത്രമേ സമാധാന കരാർ മുന്നോട്ട് പോവുകയുള്ളൂ. എന്താവും കാര്യങ്ങളെന്ന് നമുക്ക് കാത്തിരുന്നു.